അപ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ കുട്ടികൾക്കുള്ള പൂമരത്തണലിൽ അത് റെക്കോർഡ് ചെയ്ത് പോവുകയാണ്. ഇവൻ്റെ കൂടെ കുട്ടികളുണ്ട് ബസ്സിൽ. കുട്ടികൾ കൂടെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണല്ലോ, അവരിങ്ങനെ കളിച്ച് തിരിച്ച് അങ്ങോട്ടിരുന്ന് ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഒരു സഹോദരൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, എൻ്റെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. നല്ല മുടി വളർത്തിയിട്ടുണ്ട് ബാക്ക്. കണ്ടാലൊരു നമ്മൾ വന്നു എന്ത് ചങ്ങായി അങ്ങനത്തെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പ് ആളെ നമുക്ക് തോന്നി കണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ആളുകളെ രൂപം കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വിലയിരുത്തത്. ചിലപ്പോൾ രൂപം കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യൂല. പക്ഷെ സംസാരിച്ചപ്പോൾ ആൾ വളരെ ശുദ്ധനായ ഒരാളാണ്. നല്ല മുടിയുണ്ട്, ബാക്ക് മുടിയൊക്കെ വളർത്തിയിട്ട് നമ്മളൊരു ശൈലിയിലല്ലാത്ത ഒരു രൂപം കണ്ടപ്പോൾ തോന്നി നമുക്ക് എന്താ ഒന്നില്ലെങ്കിൽ ഇവനെന്തോ ലഹരി. ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് അങ്ങനെയാണ്, കാരണം ആ രൂപം കണ്ടപ്പോൾ. അല്ലെങ്കിൽ ഒരു ഫ്രീക്ക് എന്നൊരു അങ്ങനെ. അപ്പോൾ ഇവനെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കുട്ടികളെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല മക്കനെ കെട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് നോക്കിയുണ്ട്. അപ്പോൾ ആൾക്ക് എൻട്രി കിട്ടി, സംസാരിക്കാൻ എൻട്രി കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വരുന്നു ചോദിച്ചോട്. അപ്പോൾ ഞാൻ അങ്ങനെ പീസ് റേഡിയോയിൽ പ്രോഗ്രാമുണ്ട് കുട്ടികളെ. അപ്പോൾ അതിങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞ് വരികയാണ്, കാരണം വീഡിയോ ഉണ്ട് എൻ്റെ. അപ്പോൾ തന്നെ എന്താ പ്രോഗ്രാം? അപ്പോൾ അവന് ആളെന്തായാലും പേര് പറഞ്ഞ പേരിന് ഓർമ്മയില്ല, മുസ്ലിം സഹോദരനാണ്. അപ്പോൾ എന്താ പ്രോഗ്രാം ചോദിച്ചാൽ, അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത്, നമുക്കൊരവസരമാണല്ലോ, ഞാൻ നേരെ യൂട്യൂബിൽ എടുത്ത് കണ്ട് നമ്മൾ മുമ്പ് ചെയ്ത എപ്പിസോഡുണ്ട് അടുത്ത് കാണിച്ചു കൊടുത്ത് ഞാൻ ഇതാണ് പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ കണ്ട് ഭയങ്കര അനുഭൂതിയിൽ നല്ല പ്രോഗ്രാമാണോ കുട്ടികൾക്ക് പറ്റിയ. വേഗം എന്ത് ചെയ്ത് എവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പീസ് റേഡിയോ ഉണ്ട്. അപ്പോൾ ബസ് പിന്നെ മലപ്പുറത്ത് ഇറങ്ങുന്ന ആൾ, അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ജോലിക്ക് പോവുകയാണ്. ഓന് പിന്നെ പാലക്കാട് ഭാഗത്തുള്ളൊരു സാധനമാണ്. അപ്പോൾ ജോലിക്ക് ഇങ്ങോട്ട് ലീവ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ മലപ്പുറത്ത് വണ്ടി ഇറങ്ങാൻ വേണ്ടി എത്തിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഫോൺ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത് യൂട്യൂബ് ചാനൽ പേരാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അന്ന് ഞാൻ തന്നെ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ കരുതുന്നത് ഇവന് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്, നമ്മോട് സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ് കരുതും. പക്ഷേ നമ്മൾ ഒരിക്കലും ആളെ രൂപം കണ്ടിട്ട്, ഇപ്പോൾ പൊതുവെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ആളുകൾ അവരാ നടത്തും ഡ്രസ്സിങ്ങും മുടിൻ്റെ ആ ഒരു കോലം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യരുത്. സംസാരിച്ചൊക്കെ വളരെ നല്ലൊരു നിഷ്കളങ്കനായ ഹൃദയം, സംസാരം, അവൻ്റെ പെരുമാറ്റം രീതികളൊക്കെ അവന് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ മുഖത്ത് കാണാൻ പറ്റുമല്ലോ. ആ വീഡിയോ കാണുമ്പോൾ കുട്ടികളെ പ്രോഗ്രാം ഇത് നിങ്ങൾ ചെയ്തതാണോ, ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇത് ഈ കുട്ടികളിലുണ്ടോ ഉണ്ട് പറഞ്ഞ. അപ്പോൾ അങ്ങനെ നമുക്ക് റേഡിയോ പരിചയപ്പെടുത്താൻ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാൻ പറ്റി, ഇങ്ങനെ എന്താ ചെയ്യേണ്ടി ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു യൂട്യൂബിൽ പോയിട്ട് ഇങ്ങനെ പീസ് റേഡിയോ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ഈ ചാനൽ വരും. അതിൽ കുറേ പ്രോഗ്രാമുകളുണ്ട്, കുട്ടികളുടെ പ്രോഗ്രാമുകളുണ്ട്, ജനറൽ വിഷയങ്ങളുണ്ട് പറഞ്ഞു കൊടുത്ത് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ ഉണ്ടായ അനുഭവം ഒന്നുകൂടെ നമുക്കതൊരു അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ആളുകളെ വിലയിരുത്തുമ്പോൾ നമുക്കൊക്കെ വരുന്ന അബദ്ധങ്ങളാണ് ചിലപ്പോൾ. കാരണം ആളുകൾ ശുദ്ധ മനസ്കരായിരിക്കും. നമ്മൾ പുറമോടിയിൽ എന്ത് ചെയ്യേണ്ട, അവരെ വിലയിരുത്തേണ്ട. അവരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വലിയ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സൗമ്യതയുടെ ഒക്കെയും വലിയ ഭാവങ്ങളും രൂപങ്ങളും അവർക്കുണ്ടാകും. പിന്നെ എന്തായാലും നമ്മൾ സംസാരിക്കുക എന്നുള്ളത്, നമ്മൾ ഇപ്പോൾ രണ്ടാളെങ്ങനെ സീറ്റിലിരുന്ന് പോവുകയാണ്. അപ്പം അവൻ്റെ മനസ്സിലുണ്ടാവുന്നത് എന്നോട് സംസാരിക്കണം, എൻ്റെ മനസ്സിലുണ്ടാവുന്നത് സംസാരിക്കണം. ആരും ചെയ്യില്ല, സംസാരിക്കും. തുടക്കം. ഒരാൾ സംസാരിച്ചാൽ എന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പൊതുവേ ഈ ബന്ധങ്ങൾ കുറഞ്ഞു പോകാനുള്ള കാരണം, പുതിയ പരിചയങ്ങളില്ലാക്കാനുള്ള കാരണമൊക്കെ തന്നെയാണ് സംസാരക്കുറവാണ്. പ്രത്യേകിച്ച് ചിലപ്പം വ്യത്യസ്ത മതസ്ഥരാകും, അല്ലെങ്കിൽ വ്യത്യസ്ത മതസംഘടനകളാകും. പക്ഷെ ഇവർക്ക് മനസ്സിലെന്തുണ്ടാവും, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കണം എന്നുണ്ടാവും. ഈ മൊബൈൽ വന്നോട് കൂടിയിട്ട് നമ്മളങ്ങനെ തോണ്ടി അല്ലെങ്കിൽ ഉറക്കം ഒക്കെയാണ് യാത്രയിൽ ഉണ്ടാവുക. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു വൈബിലേക്ക് എന്ത് ചെയ്യണം, വന്നു കഴിഞ്ഞാൽ കുറേ നന്മകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ആ സംസാരിച്ചത് കൊണ്ട് ഒരു ചിരി കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇന്നും ആ പീസ് റേഡിയോ കേൾക്കുന്ന ആളാണെങ്കിൽ എന്താ പറയും, അതിൻ്റെ ഒരു നന്മ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എനിക്കിതിലേക്ക് ആഡ് ചെയ്യാൻ തോന്നിയൊരു വിഷയം, ഒരു വർക്ക്ഷോപ്പ് ഇതാണ്. നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ പീസ് റേഡിയോയുടെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി, അഥവാ ഇങ്ങനെ കുറേ സ്പേസിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അഥവാ ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറേ കുടുംബിനികൾ ഇപ്പോൾ വീട്ടിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാർ, കമാൻഡിൽ വരുന്ന ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരുടെ ജോലി സമയം ആസ്വദിക്കുന്ന പീസ് റേഡിയോ കേട്ടിട്ടാണ്. നമ്മൾ കോഴ്സ് ലോഞ്ചിങ് കോൺഫറൻസിൽ ചില ടാപ്പിംഗ് തൊഴിലാളികളായ നമ്മുടെ ശ്രോതാക്കളുടെ വീഡിയോ ഇട്ടിരുന്നു നമ്മൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുന്ന മില്ലിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ കഴിയുന്ന, നമ്മൾ യാത്ര ചെയ്യുന്ന ഓട്ടോക്കാരനോട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, നമ്മൾ കയറി ചെല്ലുന്ന വീടുകളിൽ
നമുക്ക് ഈ റേഡിയോയെക്കുറിച്ച് അത് എന്ത് ചെയ്യും, വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്യും അവരുടെ ജീവിതത്തിലുണ്ടാകും. അതിന് കുറേ അനുഭവങ്ങളൊന്നും നമുക്ക് ഇട്ടുകൊടുക്കണ്ട, സ്വന്തം ജീവിതത്തിലേക്ക് നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി ഇത് കേട്ടിട്ടുള്ള മാറ്റങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മൾ റേഡിയോ കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവ്വ ശ്രമം നടത്താം. തീർച്ചയായും ഒന്നും വേണ്ട, എന്തൊക്കെ ഫാമിലി ഇഷ്യൂ ചോദിച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ഫാമിലി ഇഷ്യൂസ് പറയും. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് അടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് അങ്ങനെ പറയാം. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു ആരുടെയൊക്കെ ഒന്ന് പങ്കുവെക്കുന്ന രൂപത്തിലേ അപ്പം നമുക്ക് പറയാം എന്ത് അതിൽ പരിഹാരമുണ്ട്. നിങ്ങളത് ആഡ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഫാമിലി ഇഷ്യൂ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഒരു ചോദ്യം, മതപരമായ ഒരു ചോദ്യം. അപ്പം ഞാൻ അന്ന് ശനിയാഴ്ചയാണ്, ഞാൻ നേരെ എന്ത് ചെയ്തു, നേരെ നമ്മുടെ അലിജാബ ലൈവിൻ്റെ പോസ്റ്റർ അയച്ചു കൊടുത്തു. ഇന്നലെ അലിജാബ ലൈവ്, ഇപ്പോൾ അധിക ദിവസവും അലിജാബ ലൈവ് യൂട്യൂബിൽ സ്ഥിരമായിട്ട് കേൾക്കാൻ കഴിയും എല്ലാവർക്കും. യൂട്യൂബിൽ അധിക ദിവസവും അലിജാബ ലൈവുകൾ വരാറുണ്ട്. ഇന്നലെ PN അബ്ദുറഹ്മാൻ അവരുടെ ഇതുണ്ടായിരുന്നു. ഇതേപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു MLM പിന്നെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നേരെ അയച്ചു കൊടുത്തു. അപ്പോൾ എന്താ, നമുക്ക് എവിടെയും എന്തുണ്ട്, പീസ് റേഡിയോ കൊണ്ടുവെക്കാൻ നമുക്ക് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലാഹു തആല കൂടുതൽ നമുക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.